ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരല്പം കളി വേണമല്ലോ. വേണോ? വേണം. ഒരു 4 ഗ്രൂപ്പായിട്ട് നമുക്കൊന്ന് തിരിക്കാം. 1 2 3 4. 1 2 3 4 2 3. കൈ വെച്ച് നമ്മുടെ സാധാരണ പാട്ട് പാടുന്നത് എന്ത് ചെയ്യാറില്ല, കൈ അടിക്കാറില്ല. പക്ഷെ നമ്മളെ ആരാ കൈ അടിക്കുന്നറിയാമോ? കൊയ്യാനും ചെല്ലുമ്പോ ഫിസിയോതെറാപ്പി പറയും ഇവിടെ അടിക്കാത്തവരെ അവിടെ പോയി അടിക്കും. അന്നേരം നമുക്ക് ആയുസിൽ ലഭിച്ച കഴിവാണ് കൈയടിച്ച് പാട്ട് പാടുക. കൈയടിച്ച് ദൈവത്തെ മരണപ്പെടുത്താൻ സാധിക്കണം. അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പോയി പൈസ കൊടുത്ത് അടിക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ പഠിക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങളെ കഴിവുകൾ പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ ഗ്രൂപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ പറയും. 3 7 എന്ന് പറയുമ്പോൾ 7 പ്രാവശ്യം എന്ത് ചെയ്യണം? കൈ അടിക്കണം. ഗ്രൂപ്പ് നമ്പർ 1 6 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 എന്ത് ചെയ്യണം? 6 പ്രാവശ്യം കൈ അടിക്കണം. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 ഈ ചാവറ അടിച്ചുള്ള ഭാഗ്യമേ ഉള്ളൂ. ഈ ഒന്ന് വിളിച്ചപ്പോ പലതും ഫ്രീ കിട്ടി. ഗ്രൂപ്പ് നമ്പർ 3 ഗ്രൂപ്പ് നമ്പർ 3 ഗ്രൂപ്പ് നമ്പർ 3 ഈ പ്രായത്തിലെ കുഴപ്പം കാരണം ഈ പറയാൻ സമ്മതിക്കുന്നില്ല, പറയത്തില്ല. ഗ്രൂപ്പ് നമ്പർ 3 7 കേരളം വിളിച്ച മൂന്ന് ഫ്രീ. ഗ്രൂപ്പ് നമ്പർ 1 10 അതിനും ഉണ്ടായിരുന്നു വെച്ചാൽ പല സ്കൂളിൽ പഠിച്ചോണ്ടായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 4 6 എത്ര പഠിച്ചു? എന്താ പഠിച്ചത്? എല്ലാ ഗ്രൂപ്പും തെറ്റാണ്. ശരിയാണോ? എന്താ പഠിച്ചത്? ഒന്നാം ഗ്രൂപ്പിന് വേണ്ടി കിട്ടി, അത് കൈ അടങ്ങി വെച്ചോളാം. കിട്ടാൻ അല്ലെങ്കിൽ അടിമൊക്കെ കേട്ടത് എന്താ പറ്റിപ്പോയത്? എവിടാണ് മാണിച്ച പറ്റിയത്? ചിന്തിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരുന്നല്ല. ഇവിടെ മുന്നിലിരുന്ന 1 2 3 4 അതുകൊണ്ടാണ് കുറച്ചെങ്കിലും എന്ത് വന്നത്? എന്താ കാരണം നമ്മുടെ ഈ കയ്യടി തെറ്റിപ്പോകാൻ? ടൈം എടുത്തില്ലെന്നല്ല, നിങ്ങൾ ഇത്ര തോറ്റു ഒരു ഉമ്മേന്ന് ഇങ്ങനാണോ? അത് വെളി പറയാൻ ശരിയാണ്. ഒരുമയുടെ ഒരു ഉമ്മയല്ല, എന്താണ് ഒരുമയുടെ കുറവുണ്ടായിരുന്നു. വെള്ളം കിട്ടണം. ഇത് കിട്ടണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ ജീവിച്ചെങ്കിൽ എന്ത് കിട്ടത്തുള്ളൂ? ആരോഗ്യമുള്ളപ്പോഴല്ല നമുക്ക് പണമുള്ളപ്പോൾ തോന്നും. എന്നാൽ എന്റെ വാർത്തയിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം ലഭ്യമാകണമെങ്കിൽ പ്രാർത്ഥനയോട് ജീവിക്കണം. ഞാൻ ഈ കുഞ്ഞിനകത്ത് വെള്ളം ഒഴിക്കുക, ഈ വെള്ളം തന്നെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിലനിന്നെങ്കിൽ മാത്രമേ എനിക്ക് വേണ്ടുന്നത് കൃത്യമായി ഉടയടപ്പുരാക്കി തരത്തുള്ളൂ. ആവശ്യം നല്ലതാണ്, പക്ഷേ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം. ഇല്ല എങ്കിൽ പ്രാർത്ഥനയോടുകൂടെ ജീവിച്ചില്ല എങ്കിൽ എനിക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല. പ്രാർത്ഥിച്ചെങ്കിലേ ലക്ഷ്യം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ വെറുതെ 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 ഞാൻ ജീവിക്കത്തുള്ളൂ, വെറുതെ വെറുതെ ഞാൻ ജീവിക്കത്തുള്ളൂ.
എന്റെ ആയുസ് പ്രയോജനപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യെസ്, പ്രാർത്ഥിക്കണം. അല്ല എങ്കിൽ ശൂന്യമാക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരും. അതായിരിക്കാതിരിക്കണമെങ്കിൽ ആവശ്യത്തോടുകൂടെ ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്തയായി മക്കളുടെ complainless and give more. പരാതിയില്ലാതെ കൂടുതൽ കൊടുക്കുവാൻ നമുക്ക് അവിടെ സാധിച്ചെങ്കിലേ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരത്തുള്ളൂ. മൂന്നാമതായി ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. ഇന്ന് ആശ്രയം ആരാണ്? ദൈവത്തിലാണ് വിശ്വാസം, ഈശോയിലാണ് ആശ്വാസം. ആരാണ് കൂടുതൽ ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നത്? ദൈവതന്ത്രങ്ങളിൽ ആശ്രയിക്കാൻ സാധിക്കുമോ? ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്നത് പോലെ എന്റെ വലിയ 4ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പക്ഷെ കൊച്ചുമക്കൾ ഇന്ന് എന്ത് കഴിഞ്ഞു? PG ഓപ്പറേറ്റ് ഒക്കെ കഴിഞ്ഞു. കൂലിപ്പണി ചെയ്ത് ജീവിച്ചതാണ്. പക്ഷെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ദൈവത്തിൽ എന്ത് പഠിക്കുന്ന സ്ഥാനം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബിഗ് ഷോപ്പർ വേണമെങ്കിൽ പറയാം. ഈ ബിഗ് ഷോപ്പർ ഇതിനകത്ത് ഒന്നുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ദൈവത്തിന്റെ കരങ്ങൾ കൊടുത്തത്. ഒരു ഉടുപ്പ് മാറിയിടാൻ അടുത്തതില്ല, നടന്നാണ് എല്ലായിടത്തും പോകുന്നത്. ഭക്ഷണമില്ല, പ്രയാസം തന്നെ പ്രയാസം. അപ്പൊക്കെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ഇത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴേ ഉടനെ അവൻ അനുഗ്രഹിക്കുകയുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അവിടുന്ന് സൃഷ്ടിച്ച വലുതാക്കുന്ന ഉടനെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ വളർത്തിയെടുക്കുന്ന ഉടനെ, ഒന്നും രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞെടുത്ത ഉടനെ വളർത്തിയെടുത്ത വലുതാക്കുന്ന ഒരനുഭവം. ഒന്നുമില്ലായ്മയിൽ നിന്ന് മുന്നിലേക്ക് നയിച്ച ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മഹത്വം തെളിയിക്കപ്പെടുന്നത്. എല്ലാ ദൈവമെന്ന് പറയുമ്പോൾ തന്നെ ഉടനെ നമ്മളെ അനുഗ്രഹിച്ച് വഴി നടത്തുകയാണ്. കണ്ണിന് കാഴ്ച കുറഞ്ഞു, ചെവിക്ക് കേൾവി കുറഞ്ഞു, ശരീരത്തിന് ബലമില്ലാതെ പറയുമ്പോൾ വർദ്ധിച്ചു തരിക. എന്താ വർദ്ധിച്ചിരുന്നത്? അനുഗ്രഹം വർദ്ധിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ സാധിക്കണം. ഇന്ന് മക്കളിലും പണത്തിലും വസ്തുവകകളിലും ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ.
കൂടുതലായി ആശ്രയിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം